എടേ നീ ഏതവനെ സ്വപ്നം കണ്ടോണ്ടിരിക്കടി? വല്ലതും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എടുത്തു വെക്ക്. ആ നാരായണൻ വാടക ചോദിച്ച് ഇന്നും വന്നിരുന്നു. കൊണ്ടേ കൊടുക്കാറുന്നില്ലടി. അതിന് എന്റെ കയ്യിൽ എവിടുന്നാ കാശ്? ഒന്ന് എണീറ്റ് പൊടി. നിന്നെ സമ്മതിക്കണം എന്റെ രുക്മിണി. നീ ആയിട്ടാ എല്ലാം ഇങ്ങനെ സഹിക്കണേ. ഞാൻ എന്ത് ചെയ്യാനാ ചേച്ചി? വല്ല പണിയുണ്ടായിരുന്നെങ്കിൽ കുട്ടികളുടെ പട്ടിണിയെങ്കിലും മാറ്റാമായിരുന്നു. പക്ഷെ അതിന് സമ്മതിക്കില്ല എന്ന് വെച്ചാ കാർത്തികൻ എന്താ ഇങ്ങനെയെന്നാ എനിക്ക് മനസ്സിലാവാത്ത. കുട്ടികളും കുടുംബമൊക്കെ ആവുമ്പോ സാധാരണ വഴക്ക് കുറയാ പതിവ്. ഇതിപ്പോ എന്റെ കാര്യം നോക്ക്. മക്കളില്ലെങ്കിലും എന്റെ മുഖത്ത് നോക്കി കടുത്തൊരു വാക്ക് ഏട്ടൻ പറഞ്ഞിട്ടില്ല. ഇതിച്ചിരി പഴയതാ, എന്നാലും നിനക്ക് വീട്ടിൽ കൊടുക്കാം. നീ വിഷമിക്കണ്ട, എല്ലാം ശരിയോ. നിന്റെ മക്കളെ കൊണ്ട് നിനക്ക് നല്ലതേ വരൂ. ഈ കുട്ടിയുടെ കാര്യം ആലോചിക്കുമ്പോ നെഞ്ചിൽ തീയ. എന്റെ അച്ഛൻ്റെ അമ്മയുടെയും ശാപമായിരിക്കും. മതി സരസെടുത്തി, ഉച്ചയ്ക്ക് വയറ് കാഞ്ഞിരുന്ന മുതലാളിക്ക് ലാഭം ഉണ്ടാക്കണ്ട, എന്തെങ്കിലും കഴിച്ചാട്ടെ. ഇത്രയും ആത്മാർത്ഥതയുള്ള ഒരു പണിക്കാരിയെ കിട്ടിയതേ നമ്മുടെ മുതലാളിയുടെ ഭാഗ്യം. അതേടി, എനിക്ക് ആത്മാർത്ഥ കൂടുതലാ. തല നിറച്ച് കിട്ടാപ്പോരില്ലാണ്ടായപ്പോഴല്ലടി നിനക്ക് മുതലാളിയുടെ ആത്മാത്ര കുറഞ്ഞത്. പറഞ്ഞേറിയ നാക്ക് ഞാൻ പറിക്കും. ഇങ്ങോട്ട് പാടി, നിന്നെ കൊണ്ട് ഞാൻ പരിപ്പിക്കാടി. നിങ്ങൾക്ക് ഇത് എന്തിന്റെ കേടാ? ഞാനും എന്റെ മോള് കഞ്ഞിട വെള്ളം കുടിച്ച് കിടക്കണ സൂക്കാടായി വെക്ക്. പോലെ ജലക്കാൻ വന്നിരിക്കണ അവള്. വെക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്.
പോയത്? കാണുന്നില്ലല്ലോ. ആഹാ, ദേവു ഭക്ഷണം കഴിക്കാണ്. അല്ല ദാസ, ഞാൻ കുളിക്കാൻ പോയാണ്. ഒറ്റക്കിരുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ ഒരു രസം ഉണ്ടാവില്ല. ഞാനും പണി കൂടി ഇരിക്കാന്നേ. ദാസം പോയാട്ടെ, തനിക്ക് മുതലാളി തിന്നതിന്റെ ബാക്കിയുണ്ടല്ലോ. മുതലാളിക്ക് എന്നെ വലിയ കാര്യ. ആ? ദേവുവിന് ശമ്പളം കൂട്ടുന്ന കാര്യം ഞാൻ മുതലാളിക്ക് പറഞ്ഞിട്ടുണ്ട്. ഓ, എന്നാ പിന്നെ ദേവു കഴിച്ചോ. ചോറ് കൊണ്ടുവന്നിട്ടുണ്ട്. അണ്ണന് കൊണ്ടുവന്നതാ. വെറുതെ എന്തിനാണ് ചായക്കടയിൽ കാശ് കളയണത്? വയറും ചീത്തയാവും. കഴിക്കൂലേ? കൂട്ടാനൊക്കെ പിടിച്ചാ? പിന്നെ പിടിക്കാതെ അവന്റെ വീട്ടിൽ ഇത്രയും രുചിയിലൊക്കെ ആരുണ്ടാക്കി കൊടുക്കാനാ? ഈ പാവത്തിങ്ങളെ കുടിയിൽ വന്നല്ലോ മോൻ നല്ലോനാ. മോനറിയോ, ഇവളെ കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് ആദ്യ അതുകൊണ്ടാ ഞാൻ കുടിക്കണേ. കുടിച്ച് കുടിച്ച് ചങ്കുമാറ്റങ്ങയും പോയി ചത്ത ഇവക്ക് പിന്നെ ആരുണ്ട് പോലെ. ഓ, തുടങ്ങി തള്ളയുടെ സ്നേഹം. ഞാൻ പരിപാടി അവൻ നമ്മുടെ കൊച്ചനോ. കഴിക്ക്. വേണ്ട കുറച്ചും കൂടെ. വേണ്ട. കൊടുക്കടി അവന്. ആ വേണ്ടെങ്കി വേണ്ട. നീ കൊടുക്കണ്ട. മോൻ ഒരെണ്ണം കൂടി ഒഴിക്കട്ടെ. വേണ്ട, മതി. ഇനി മോൻ പോണ്ട. പാമ്പും പൈസറിയൊക്കെ ഉള്ള വഴിയാ. പോണം. മേടിച്ചെടി. ഇതെന്താണ്? ചോറിന്റെ കാശാണോ? നീ എന്റെ ഭർത്തനടി പറയണ്. അവ സ്നേഹത്തോടു കൂടി തരുന്നല്ലേ അല്ലടാ മോനെ. നാളത്തേക്ക് എന്താ ചെയ്യാന്നറിയണ്ടിരിക്കണ. പക്ഷെ ഇരിക്കട്ടെ, കണ്ടല്ലോ. പോവാണ്.